പാസ്വേഡ് അടിച്ചിട്ട് സുഹൃത്ത് പറഞ്ഞു. ഹലോ, പാസ്വേഡിൽ അടിച്ചിട്ട് എൻ്റർ കീ അടിക്കുമ്പോൾ അത് പോകുന്നില്ലല്ലോ. ഓക്കെ തന്നെ അടിക്കണ്ടേ? അപ്പൊ അതൊരു ഡിഫക്റ്റ് ആയിട്ട് എക്സലിൽ ഇട്ടേക്കുക. എന്നിട്ട് ബിനോയ്ക്ക് അസൈൻ ചെയ്യാം. അത് എഴുതിയെടുത്തു സുഹ്ര. ആക്ഷൻ ഐറ്റം ആയിട്ട് നമ്മുടെ എക്സലിൽ വേണം, എന്നാലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് നോക്കാം സാഹചര്യം. അതൊരു ജനറൽ പർപ്പസ് ആണ്. അപ്പൊ അത് നമുക്ക് ഒരേ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടി വരും എല്ലായിടത്തും. മാത്രമേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇപ്പൊ സൂമിൽ കണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ശരിക്കുന്നു. പിന്നെ അത് ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടോ, മാർക്ക് ചെയ്തിട്ട് പിന്നീട് ഒരു ഇഷ്യൂ ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഞാൻ നേരെ ലൈറ്റ് അക്കൗണ്ടിലേക്ക് പോവാം. ഈ സ്ക്രീൻ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അതൊന്നുമില്ല, ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഇനി നമുക്ക് ഒരു വാളറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ചൂസ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെയാണ് വാളറ്റിന്റെ സ്ക്രീൻ ഇരിക്കുന്നത്. നമ്മൾ താഴത്തേക്ക് വരാം. ഇവിടെ Kubota.com ഇവിടെ ഉണ്ട്, Material.com, BankOnLedger.com. ഈ വെബ്സൈറ്റുകളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് പണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആകെ വർക്ക് ചെയ്യുന്നത് ഇത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഏതാണ്? AML ഓൺ ചെയിൻ ഓൺ. ഓക്കെ, അത് തെറ്റാണ്. എന്ന് വെച്ചാൽ വാളറ്റിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല, ഇവിടെ ഇങ്ങനെ വരണം. അതൊരു ഡിഫക്റ്റ് ആണ്, നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ചെയ്യുന്നില്ല അല്ലേ? എന്ത് പറ്റി? AML ഓൺ ചെയിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കണം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് AML.comന്റെ വെബ്സൈറ്റ്. ഓക്കെ, ഈ വെബ്സൈറ്റാണ് നമ്മളുടെ AML ഓൺ ചെയിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിൻ്റെ URL ഇതാണ്. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ URLിലേക്ക് പോകണം. അത് പോയില്ലെങ്കിൽ അതൊരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ website/index.html പോകണം ഡയറക്റ്റ്ലി. അപ്പോൾ ഇതിനകത്തൊരു ഡിഫക്റ്റ് ഓൾറെഡി ഉള്ളത് എന്താ വെച്ചാൽ ഞാൻ ഫിക്സ് ചെയ്തോളാം. എന്തായാലും Material.com ഈ Kubota.comൽ പ്രസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ എല്ലാത്തിലേക്കും പ്രസ് ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നതെന്ന് പറയും. ഇവിടെ ഇത് മാത്രം, ഇത് കണ്ട് ഇതൊക്കെ കറക്റ്റാണ്. ഇത് മാത്രമേ തെറ്റുള്ളൂ, ഇത് മാത്രമാണ് തെറ്റിപ്പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അത് ഞാൻ ഫിക്സ് ചെയ്തോളാം. പക്ഷെ നിങ്ങൾക്ക് ഈ UI കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടോ ആർക്കെങ്കിലും? കാണാൻ എന്താണ് പ്രോബ്ലംസ് ഉള്ളത്? ഫസ്റ്റ് ഹാഫ് സെയിം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് പഴയ മാറ്റമില്ല അല്ലേ? ഇതൊക്കെ വാളറ്റ് ആപ്സ് ആണ്. വാളറ്റ് ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തേർഡ് പാർട്ടി കോമ്പണന്റ് ഒന്നുമില്ല. ഇത് ഇവിടെ ഇന്റേണലി വാളറ്റിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആപ്പുകളാണിത്. ഓക്കെ, ഇത് ഔട്ട്സൈഡ് ആപ്പുകളാണ്. Kubota.comന്റെ ഒരു രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു ആപ്പാണിത്. അപ്പൊ Kubota.com ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ആപ്പ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതാണ് ഈ കാണുന്നത്. ഈ ആപ്പുകളെല്ലാം ഈ കമ്പനികളുടെ ആപ്പുകളാണ്. മനസ്സിലായോ? ശരി, ഓക്കെ. ശരിക്കും പറഞ്ഞാൽ പഴയ കാണുന്നുണ്ട് എല്ലാം. ഈ Web3 വെബ്സൈറ്റ് ബിൽഡർ കാണുന്നുണ്ട്. പക്ഷെ ബിനോയ് അവിടെ ലിങ്ക് കൊടുത്തിട്ടില്ല. Kubota.com കൊടുത്തില്ലെന്നുള്ളൂ. 10 ആപ്സ് ഇവിടെയും കാണുന്നുണ്ട്. പഴയതിൽ കാണുന്നത് ബിനോയുടെ ഇതിനകത്തല്ലേ കാണുന്നത്. അതവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കും. അത് കുഴപ്പമില്ല. Web3 ഡാറ്റ ഫോം ബിൽഡറിലും മെറ്റീരിയലിൽ കാണിക്കുന്നില്ല. ഓക്കെ, മനസ്സിലായി. Web3 വെബ്സൈറ്റ് ബിൽഡർ ആണ് ഈ Kubota.com. ഓക്കെ, അപ്പൊ അതങ്ങനെ വന്നു. ഇപ്പൊ ഇത് ഓക്കെ അല്ലേ? ഇത് എന്തെങ്കിലും സ്ക്രീൻ ലുക്ക് ആൻഡ് ഫീൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? പിന്നെ ഇന്നലെ പറഞ്ഞത് നമ്മൾ വൈറ്റും ബ്ലൂവും കളറായിരുന്നു അല്ലേ? വൈറ്റ് മുകളിൽ അടിയിൽ ബ്ലൂ ആയിരുന്നു മാർട്ടിൻ ചെയ്തത്. മാറ്റി ചെയ്തതിന് അതിൽ ഇത്രയോടെ നല്ലതാണ് ഇതെന്ന് തോന്നുന്നു അല്ലേ? ഇത് വൈറ്റ് ഇത്തിരി ബ്ലൂവില് വൈറ്റ് ബ്ലാക്ക് ആയിരിക്കും നല്ലത് അല്ലേ? ജസ്റ്റ് എന്റെ അഭിപ്രായം പറഞ്ഞു. അത് കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ആണത്. ഗൂഗിൾ സ്റ്റാൻഡേർഡ് അത്. അപ്പൊ നമ്മളിവിടെ തോന്നിയ കാര്യം ഞാനൊന്ന് പറയട്ടെ സർ. മുകളിലത്തെ പോർഷനിൽ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഇമേജ് കൊടുത്തിട്ട് താഴെ പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ ഒരു ഇതുപോലെ തോന്നുന്നു. പക്ഷെ മുകളിൽ എല്ലാത്തിനും യൂണീക്ക് ആയിട്ട് ഒരു പിക്ക് മാത്രം കൊടുത്താൽ പറ്റില്ലേ? ഇത് ഓരോന്നായിരുന്നല്ലോ കൊടുത്തേക്കുന്നത്.
പിക്ക്. അത് അങ്ങനെ ഒരു പിക്ക് കൊടുക്കാനായിട്ട് നമുക്ക് വേറെ മാറ്റിനോട് പറയാത്. ഇതിനെല്ലാത്തിനും പിക്ചർ കൊടുക്കാൻ നോക്കേ, പക്ഷെ അതിന് സമയം എടുക്കും ചെയ്യാനായിട്ട്. ഈ താഴത്തേക്കും കൊടുക്കും. എല്ലാത്തിനും കൊടുക്കാം നമുക്ക് ഇവഞ്ചുവലി. നല്ല നല്ല പിക്ചർ കാണുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ലോഗോ ഇവിടെ ഇടും, മനസ്സിലായോ? നമ്മള് ഈ കൊബോട്ടയ്ക്ക് ഒരു ലോഗോ ഉണ്ടല്ലോ, ആ ലോഗോ എല്ലാം കൂടി ഇവിടെ ഇടും താഴെ, ഇതുപോലെ തന്നെ. അത് നമുക്ക് ഇവഞ്ചുവലി ചെയ്താൽ മതി. ചിലപ്പോഴേ ചെയ്യുള്ളൂ. ആ കമ്പനിയാണ് ഡിസൈഡ് ചെയ്യണം വേണ്ടതെന്നുള്ളത്, നമ്മളല്ല. അപ്പൊ ബേസിക്കലി ഒരു കമ്പനിക്ക് അവരുടെ ബ്രാൻഡ് വേണമെങ്കിൽ അത് ഇവിടെ ഇടാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലായോ? ആ കമ്പനിയുടെ ബ്രാൻഡിങ് ഇവിടെ ഇടാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ബേസിക്കലി, അത്രേ ഉള്ളൂ. അത് പിന്നീട് അത് കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഓവറോൾ കാണാനൊന്നും ഭംഗിയോറൊന്നും ഇല്ലല്ലോ, പ്രോബ്ലംസ് ഒന്നും പറയില്ല ആരും. ഒരു ഡിഫറെന്റ് വെബ്സൈറ്റ് എന്നുള്ളതല്ലാതെ ക്വാളിറ്റി ലോ ക്വാളിറ്റി അല്ലല്ലോ, ആണോ? വൈറ്റും ബ്ലൂ ഒരു വൈറ്റ് ബ്ലൂ സ്റ്റാൻഡേർഡ് ആണ്. അതായത് നമ്മൾ ആ ബ്ലൂ അല്ലാണ്ട് വേറെ ബ്ലൂ ആക്കിയാൽ കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ. ഈ ബ്ലൂ അല്ലാതെയാ? നോക്കാം നമുക്ക്. ഇത് ഈ കുറെ ബ്ലൂ ഇവിടെ വന്നോണ്ട് കാണാൻ ഭംഗിയില്ലാത്ത, പക്ഷെ ഒരു ബ്ലൂ ഒക്കെ ആയിട്ട് വരുന്ന ഭംഗി ഉണ്ടായിരുന്നു എനിക്ക്, മനസ്സിലായോ? നമ്മുടെ പാസ്വേഡിനെ കണ്ടപ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ലേ? പിന്നെ ഇതൊക്കെ ഒരു നമ്മൾ ഒന്ന് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് കണ്ട് പരിചയം ആയിക്കോട്ടെ. ബേസിക്കലി നമ്മൾ ഇതിനകത്ത് കാണാനൊരു വായിക്കാൻ പറ്റണം, അതാണ് മെയിൻ. ഒരു കളർ അത്ര മോശമാവരുത്. ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഈ ബ്ലൂ കളറ് ലോകത്തെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് ബ്ലൂ ഒഫീഷ്യലി. അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും ചേഞ്ച് ചെയ്ത് പതുക്കെ സമയം കിട്ടുമ്പോഴേ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കൊരു വാളറ്റ് എടുക്കാം. വാളറ്റ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ലൈറ്റ് വാളറ്റ് എടുക്കാം. ലൈറ്റ് വാളറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ലൈറ്റ് വാളറ്റ് ഇരിക്കുന്നത്. പഴയ ഇതൊക്കെ മാറി. ഇത് എങ്ങനെയുണ്ട്, ക്ലീൻ ആണോ? സെന്റേർഡ് ആയിരുന്നില്ലേ സർ? ലെഫ്റ്റില് കുറച്ച് പാഡിങ് വേണം. വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഏറ്റവും ലെഫ്റ്റിലായിപ്പോയി എല്ലാം. അത് കുഴപ്പമില്ല. ലെഫ്റ്റില് അത് നമ്മൾ സെന്റർ യൂസ് ചെയ്ത് പരിചയമായിട്ടില്ലേ? അല്ല അങ്ങനെയല്ല, കുറച്ചൊന്ന് പാഡിങ് മതി അവിടെ കുറച്ചുകൂടെ. ഇവിടെ ഒരു പാഡിങ് ഇടാം. അതെ, ഇവിടെ ഒരു പാഡിങ് ഇട്ടപ്പോ ഓക്കെ. പിന്നെ ഇവിടെ മുകളിൽ ഇവിടെ വരൂല തോന്നുന്നു. പിന്നെ ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന അനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കും. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇത് ഫുൾ ബ്ലോൺ ഇടാൻ തോന്നുന്നു, ഇങ്ങനെ ഇടാതെ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതാണ് UI. ഇവിടെ കുറച്ച് അലൈൻമെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷേ ജനറലി ഇതാണ് UI. ഇത് പഴയ UI തന്നെ, പക്ഷെ ഇത്രയുടെ കോമ്പാക്റ്റ് ആണിത്, അല്ലേ? ഓക്കെ, ഇനി ഇതിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഈ സാധനം ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറ്റിയിടണം. അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇനി ഇൻഫർമേഷൻ ഇതൊക്കെ ലെഫ്റ്റ് അലൈൻഡ് ആക്കി ഇടണം, അത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും അത് ബേസിക്കലി, സെൻട്രൽ അലൈൻ അല്ലാതെ. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് ചേഞ്ചസ് ഉണ്ട്, പക്ഷെ അതല്ലാതെ UI കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ അധികം ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. ഇനി നമ്മൾ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുഹറ, ഇനി നമ്മൾ അടുത്ത റിലീസിൽ എല്ലാം ഈ കോപ്പി, ഇൻഫർമേഷൻ, ഇതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോഴത്തെ റിലീസല്ല, അടുത്ത റിലീസിൽ എല്ലാ ഇഷ്യൂസും 1 by 1 ആയിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനകത്ത് ഫംഗ്ഷനാലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലൈറ്റ് വാളറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടത് ഈ വാളറ്റ്, ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ടാബ്, പ്രിഫറൻസസ്, സെറ്റിങ്സ്, സ്വിച്ച് വാളറ്റ്സ്, അത് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ പ്രിഫറൻസിൽ നമ്മൾ ഇതാണ് വളരെ സിമ്പിൾ UI ആണ്. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ പ്രിഫറൻസ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്, ഡേറ്റയൊക്കെ സേവ് ചെയ്തിട്ട് ഇവിടെ ഇത് UI ശരിയായിട്ടില്ല, ഇത് ശരിയാക്കാനുണ്ട്. UI റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രിഫറൻസ് ആയിട്ടും ഈ കോഡ്, ആക്റ്റീവ്, പ്രൈമറി തീം, ഇതെല്ലാം ഓക്കെ. സോറി, ഇതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാറില്ല. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സുഹറയുടെ ഒരു ജോലിയാണിപ്പോൾ, മനസ്സിലായോ? ഇതിനകത്ത് പലതും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചിലത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് എന്താണെന്ന് മനസ്സിലാക്കി വാല്യൂ കൊടുക്കാണ്ട് തന്നെ അത് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് പ്രിഫറൻസസ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടേ, അത് കുഴപ്പമില്ല, വാല്യൂ മാൻഡേറ്ററി അല്ല. അപ്പം സൈറ്റ് തീം
ഇപ്പം നമ്മളിവിടെ സൈറ്റ് തീം കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ളതാണ് അറിയില്ലല്ലോ. ഇത് വർക്ക് ഒരെണ്ണം ഇതെല്ലാം സേവ് ആവും. ഓക്കെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അധികം ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് സ്ക്രീനൊക്കെ വരുന്നുണ്ടോ, എല്ലാത്തിനും വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന്. ഇപ്പം സേവ് ചെയ്തിട്ട് കാര്യമില്ല, സേവ് ചെയ്താൽ എല്ലാ സെറ്റിങ്സ് ഒന്നും വർക്ക് ചെയ്യണില്ല ഇപ്പോൾ. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അത് സർട്ടിഫൈ ചെയ്യണം, മിനിമം ടെസ്റ്റിങ്. എല്ലാ ഇതും വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ടെ. അപ്പം ഇതെല്ലാം നമ്മളെല്ലാവരും പഠിക്കണം ഇതെന്താന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ക്രിപ്റ്റോയുടെ ആയിരിക്കും ചിലപ്പോൾ ഇമേജസ് കാണിക്കുന്നുണ്ടാവുക. അതായത് നമ്മളൊരു ഇവിടുന്ന് നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെബ്സൈറ്റിൻ്റെ ഇമേജസ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, അതിൻ്റെയൊക്കെ ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫോർ എക്സാമ്പിൾ കാർഡ് തീം സൈസസ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാർഡിൻ്റെ സൈസുകൾ ഉണ്ടല്ലോ നമ്മുടെ വെബ്സൈറ്റിൽ. നമ്മൾ കൊബോട്ടോ ബിൽഡ് ചെയ്യാൻ നേരത്ത് നമ്മളവിടെ ഒരു പിക്കപ്പ് തീം എന്ന് പറഞ്ഞ് കാണിക്കില്ലേ? കാണില്ലേ? കൊബോട്ടോയിൽ നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നിട്ട് അവതാർ പിക്ക് ചെയ്യണ ഒരു പിക്ക് അവതാർ എന്ന് പറഞ്ഞൊരു ഇമേജ് URL. ആ URL പോണത് ഓപ്പറേറ്റ് ക്രിപ്റ്റോയുടെ ഒരു കണ്ടന്റ് എഡിറ്ററിലേക്കാണ് പോണത്. ആ കണ്ടന്റ് ഒരു ഡേറ്റാബേസ് ഉണ്ട്. ആ അവതാർസിന്റെ ഇമേജസിന്റെ മൊത്തം ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഡേറ്റാബേസ് ആണ്. അതാണ് സുഹറയും സാജരും കൂടി പണ്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ. ആ URL ഓപ്പറേറ്റ് ക്രിപ്റ്റോ ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റ് ക്രിപ്റ്റോ അല്ലാതെ വേറൊരു കമ്പനിക്ക് അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ബേസിക്കലി ലോകത്ത് ആർക്ക് വേണേലും നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ അവതാർസ് ഡിസ്പ്ലേ ചെയ്യാനും ബ്രൗസ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ അവരുടേതായ ഡേറ്റാബേസ് ബിൽഡ് ചെയ്തിട്ട് ആ കമ്പനിയുടെ പേര് ഓപ്പറേറ്റ് ക്രിപ്റ്റോയ്ക്ക് പകരം anycompany.com എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊബോട്ടോയിൽ പോയിട്ട് പിക്ക് അവതാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ നല്ല അവതാർ വരുന്ന അവരുടെ നിന്നായിരിക്കും അവതാർ വരുന്നുണ്ടാവുക. മനസ്സിലായില്ല? ഒന്നുകൂടെ പറഞ്ഞുതരാം. ബിനു ശരിക്കും മനസ്സിലാക്കണത് കൊബോട്ടോ അല്ലേ? നമ്മൾ കൊബോട്ടോയിൽ പോയി എന്നിട്ട് ഒരു എററാണിത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കൊബോട്ടോയിൽ പോയിട്ട് നമ്മൾ കൊബോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകും. എഡിറ്റ് ചെയ്യുമ്പോൾ കൊബോട്ടോ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് കൊബോട്ടോ വരുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഇതിനകത്ത് സൈറ്റ് ലോഗോയിൽ നമ്മൾ ലോഗോ എടുക്കുക. അപ്പോൾ ഇവിടെ പിക്ക് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇതിപ്പോ കിടക്കുന്നത് നമ്മുടെ കൊബോട്ടോയിലാണ് കിടക്കണേ അല്ലേ? ഇനി ഫ്യൂച്ചറിൽ ഇത് പോകുന്നത് നമ്മുടെ അല്ലേ? അല്ലല്ല, ഈ ഇമേജസ് ഒക്കെ കൊബോട്ടോ എന്ന് പറയുന്നത് ഇമേജസ് കൊടുക്കില്ല. കൊബോട്ടോ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഈ പിക്ക് ഇമേജ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആ കമ്പനിയുടെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. ഏത് കമ്പനിക്ക് വേണമെങ്കിലും ഇമേജസ് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ കമ്പനി ഇമേജസ് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, ഹൗവർ ഇത്രയും ഇമേജസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റ് ക്രിപ്റ്റോ ആണ്. ഓക്കെ, ഓപ്പറേറ്റ് ക്രിപ്റ്റോ, കൊബോട്ടോ അല്ല. മനസ്സിലായോ? ഇത് ഓപ്പറേറ്റ് ക്രിപ്റ്റോന്റെ ബൈ ഡിഫോൾട്ടുള്ള ഇമേജസ് ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ ഓപ്പറേറ്റ് ക്രിപ്റ്റോ ബാക്ക്ഗ്രൗണ്ട് ഇമേജസും ഷോ ചെയ്തിട്ടുണ്ട് ഇവിടെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിപ്പോ കൊബോട്ടോ ടൈപ്പ് അയക്കണ ലിങ്ക് ഉള്ളത് ഓപ്പറേറ്റ് ക്രിപ്റ്റോ ആയിട്ടാണ് അല്ലേ? ഫ്യൂച്ചറിൽ ഇത് അക്യുമുലേറ്ററിലായിരിക്കും പോണത് അല്ല? ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ അവരുടെ ഏത് കമ്പനിക്ക് വേണേലും, ലോകത്തുള്ള ഏത് കമ്പനിക്ക് വേണേലും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇമേജസ് ഇപ്പോൾ ഫോർ ഫോട്ടോഗ്രാഫർ അയാൾ കുറേ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടാക്കിയിട്ട് അയാൾ വിൽക്കാൻ തീരുമാനിച്ചു. അയാളുടെ പേര് എഴുതും അതിനകത്ത്. ഓക്കെ, അയാളുടെ കമ്പനിയുടെ പേരൊക്കെ എഴുതും. എന്നിട്ട് അയാൾ ഓപ്പറേറ്റ് ക്രിപ്റ്റോ .acmeക്ക് പകരമായിട്ട് അവരുടെ കമ്പനി .acme എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവർ വിൽക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റ് ക്രിപ്റ്റോനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ് അവർ വിൽക്കുന്നത്. ഇനി ഈ കൊബോട്ടോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്
സാജര ഡിപ്ലോയ് ചെയ്തു. എന്നിട്ട് സാജര വന്നിട്ട് ഈ ഇമേജസ് ഒക്കെ നോക്കാൻ സാജരയ്ക്ക് മനസ്സിലായി ഈ ഇമേജസ് ഒന്നും സാജരയ്ക്ക് കൊള്ളൂല, ഇഷ്ടപ്പെടില്ല എന്ന്. അപ്പോൾ സാജര എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ വേൾഡിൽ പോയിട്ട് സെർച്ച് ചെയ്യും, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും എനി അതർ ഇമേജ് പ്രൊവൈഡർ ഫോർ കൊബോട്ടോ. അല്ലെങ്കിൽ നമ്മൾ koboto.com തന്നെ ആ ഇമേജ് പ്രൊവൈഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇമേജ് പ്രൊവൈഡേഴ്സ്, അത് പല ടൈപ്പ് ഇമേജ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഇമേജ് പ്രൊവൈഡേഴ്സിന് ഒരെണ്ണത്തിന് സാധ്യത കണ്ടുപിടിച്ചിട്ട് അവരുടെ ഇൻഫർമേഷൻ ഇവിടെ അവരുടെ ഇമേജ് പിക്ക് ചെയ്യാൻ നോക്കുക ഇവിടെ. പക്ഷെ അവരുടെ ഇമേജ് ഇവിടെ വരില്ലല്ലോ. ഇവിടെ നമ്മുടെ ഇമേജ് ഓപ്പറേറ്ററുടെ ഇമേജ് ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തേക്കല്ലേ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെ വരിക, ഇൻഫർമേഷൻ എടുക്കുക, പ്രിഫറൻസ് എടുക്കുക, ഡീസെൻട്രലൈസ് പ്രൊവൈഡേഴ്സ് എടുക്കുക, അവതാർ ഇമേജസ് എടുക്കുക, operate.acme എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് ഫോട്ടോഗ്രാഫർ ഷോൺ ഫോട്ടോഗ്രാഫർ എന്നാണ് അയാളുടെ ഐഡൻറ്റിറ്റിയുടെ പേര്. അത് അയാൾ ഇവിടെ ഇട്ടു, സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. തിരിച്ച് അയാൾ അപ്പോൾ ഇത് ചെയ്തങ്ങനെ സുഹ്റയാണ് കേട്ടോ, സുഹ്റയുടെ വാളറ്റിലാണ് സുഹ്റ ചെയ്യണേ. സുഹ്റയ്ക്ക് മാത്രമാണ് നമ്മുടെ ഇമേജസ് ഇഷ്ടപ്പെടാത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഇമേജസ് കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് എഡിറ്റിൽ പോയി സുഹ്റയ്ക്ക് അപ്പോൾ മനസ്സിലായി. ഇപ്പോൾ സുഹ്റ അത് ഇടാൻ നേരത്ത് പിക്ക് ഇമേജ് ചെയ്യുന്നിടത്ത് അയാൾ പറയും, സുഹ്റയോട് പറയും, ഓക്കെ യു യൂസ് മൈൻ, യു ഹാവ് ടു പേ മീ $1 ബിക്കോസ് എൻ്റെ പ്രീമിയം ആണ്. അപ്പോൾ സുഹ്റ അയാൾക്ക് പൈസ കൊടുത്തോളും, അതൊക്കെ വേറെ സിറ്റുവേഷൻ. പക്ഷെ സുഹ്റ അത് കൊടുത്ത് ചേഞ്ച് ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ ഇത് വരില്ല, ഈ ഇമേജസ് വരില്ല, വേറെ ഇമേജ് വരില്ല, നമ്മുടെ ഇമേജസ് അല്ല വരുന്നത്, വേറെ കമ്പനിയുടെ ഇമേജസ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ഒരു ചോദ്യമല്ലേ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പണി ചെയ്യും. നമ്മൾ ഇവിടെ ഞാൻ ഈ ഓപ്പറേറ്റ് ക്രിപ്റ്റോൻ്റെ ഇത് ഒരു ഇതിലാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഇമേജസ് ഒക്കെ കാണിച്ചു തരാം. അത് ഡിസ്കവറി ടെംപ്ലേറ്റ്സിൽ ഈ operate.crypto.acme എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമേജസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ബൈ ഡിഫോൾട്ട് വന്നത്. അതിൽ ഇവിടെ ഈ ഇങ്ങനെയാണ് ഫയൽസ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇതിനകത്താണ് നമ്മൾ ഡേറ്റ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലായോ? ഇങ്ങനെയാണ് ഡേറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഓപ്പറേറ്റ് ക്രിപ്റ്റോനെ മാറ്റിയിട്ട് നമ്മളുടെ വേറൊരു ക്ലയൻ്റാണല്ലോ വേണ്ടേ, അല്ലേ? അപ്പോൾ ആ ക്ലയൻറ്റിന് നമ്മൾ വേറൊരു പേര് കൊടുക്കാം. നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ഫോട്ടോഗ്രാഫിംഗ് കമ്പനിയുടെ പേര് പറയാം. സുഹ്റ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി ബിസിനസ് ഒക്കെ രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾക്ക് നല്ല പൈസയൊക്കെ ആകുമ്പോൾ ഞങ്ങളെ ഒന്ന് മറക്കരുത് കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ തരണം കേട്ടോ. സുഹ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫി കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിലിട്ടു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സുഹ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് സുഹ്റയുടെ പേരിലൊരു ഫോട്ടോഗ്രാഫി കമ്പനി ഉണ്ടല്ലോ, suhra.photography.acme. അത് സുഹ്റ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ, സുഹ്റ ഫോട്ടോഗ്രാഫി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് കണ്ടന്റിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ അവതാർസ് ആണ് കുറേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, അല്ലേ? അവതാർ ഇമേജ്, അവതാർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും അവതാർസുകളാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് അതിനകത്ത്, അല്ലേ? അതൊക്കെ മാറ്റി ഈ ചേഞ്ചസ് വരുത്തണാരാ? ഞാനിപ്പോൾ ഞാൻ ടെസ്റ്റ് കേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സുഹൃക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃ പോയി നോക്കാം. ഇനി ഇത്രയും അവതാറുകൾ, അതായത് ഒരു 5 അവതാറുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ സുഹൃ. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഞാൻ സുഹൃയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റുഡിയോയ്ക്ക് വളരെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ ഇടുന്നുള്ളൂ. അപ്പോൾ സുഹൃ ഇനി പോയിട്ട് സുഹ്റ ഫോട്ടോഗ്രാഫിന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ പോയിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇടാം. പക്ഷേ ഞാൻ ഇടുന്നില്ല, 2 മാത്രമേ ചെയ്യുന്നുള്ളൂ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അവതാറും ഇത് മാത്രം. ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെ. ഇപ്പോൾ ഇത് സുഹ്റ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സുഹ്റയുടെ ഐഡിയകളൊക്കെ ഇവിടെ ഇട്ടു. എന്നിട്ട് സുഹ്റ ഇങ്ങനെ ഒരു ഫയൽ രജിസ്റ്റർ ചെയ്തു. ഈ ഫയൽ ശരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്
സുഹ്ര ഫോട്ടോഗ്രാഫി ഡോട്ട് ആക്മെ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ ഡിസ്കവറി ഡോട്ട് V1 എന്ന് ഉണ്ടാക്കി, അത് കണ്ടന്റ് എന്ന് ഉണ്ടാക്കി. അതിനകത്ത് കണ്ടന്റിന്റെ ആവശ്യമില്ല, ഡിസ്കവറി V1 കണ്ടന്റ് എന്ന് പറയുന്ന ഒരു URL ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ അവതാർ ഡോട്ട് ഇമേജ് എന്ന് കൊടുക്കണം. അങ്ങനെ ഒരു ഡേറ്റ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിവിടെ വരും. മനസ്സിലായോ? മനസ്സിലായോ? നമ്മളൊരു URL ഉണ്ടാക്കുക, ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുകയാണ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. ആദ്യം സുഹ്ര എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ സുഹ്ര ഡോട്ട് ഫോട്ടോഗ്രാഫി ഡോട്ട് ആക്മെ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അതിനകത്ത് പോയിട്ട് ഡിസ്കവറി V1 എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉണ്ടാക്കും, സബ് ഐഡന്റിറ്റി. ഇത് കണ്ടന്റ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ ഓഡിയോ എന്ന് പറയുന്ന ഡോട്ട് ജേസൺ വേണ്ട, വെറും ഓഡിയോ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഈ അവതാർ എന്ന് പറയുന്ന ഒരു ഡേറ്റ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, അവതാർ ഇമേജ് എന്ന് പറയുന്ന ഡേറ്റ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഡേറ്റ കൊടുത്ത് ഈ ഡേറ്റ അതേപോലെ തന്നെ സേവ് ചെയ്തിട്ടാൽ സുഹ്രയുടെ അവതാർ ഇമേജ് ഡേറ്റാബേസ് റെഡിയായി. മനസ്സിലായോ? ഈ ഫയൽ കിടന്നിട്ട് കാര്യമില്ല, അത് ADA ഒരു ഡേറ്റ അക്കൗണ്ട് ആയിട്ട് ഇടണം. ഇത് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ചെയ്യേണ്ടത്, ഒരു ADA ഉണ്ടാക്കണം എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അതിനകത്തൊരു ഡേറ്റ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയാലോ. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഡേറ്റ എടുത്തിടുക. ഈ ഡേറ്റ അതേപോലെ തന്നെ അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട സംഭവം തീർന്നു, സംഭവം ഓക്കെ ആയി. പിന്നെ ഇതിവിടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ഞാനിവിടെ ഇത് ഇനിയിപ്പോ ഇതെന്താ ഇവിടെ ഞാൻ ഇങ്ങനെ ഇട്ടേക്കണെന്ന് വെച്ചാൽ, സുഹ്ര ഫോട്ടോഗ്രാഫി ഡോട്ട് ആക്മെ എന്ന് പറഞ്ഞ സംഭവം അക്യുമുലേറ്റ് ഇല്ലെങ്കിൽ അത് ഇവിടെ വന്ന് കണ്ടുപിടിച്ചോളൂ ഫയലിൽ നിന്ന്. മനസ്സിലായോ? അതുപോലെ ഓപ്പറേറ്റ് ഡോട്ട് ആക്മെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇല്ലെങ്കിലും അത് ഇവിടെ വന്ന് കണ്ടുപിടിച്ചോളൂ. എന്ന് വെച്ചാൽ ശരിക്കും ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഏത് എൻവോൺമെന്റിൽ ഇടണം നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഫോസിറ്റ് കെർമിറ്റ് വർക്ക് ചെയ്യണില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇവിടെ ഹാർഡ് കോഡ് ഇട്ടേക്കരുത്. കുറെ കഴിയുമ്പോൾ ഞാനിത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ശരിക്കുള്ള പ്രൊഡക്ഷനിൽ ഈ ഫയൽസ് ഉണ്ടാവണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ് നമ്മുടെ തിയറി. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വീഡിയോസ് ആരുടെ വീഡിയോസ് വേണേലും ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാലിറ്റി ഇതിനകത്തുണ്ട്. ഓക്കെ അല്ലേ? ആരുടെ വെബ് തീംസ് വേണേലും വെബ്സൈറ്റ് തീംസ് വേണേലും ഹോസ്റ്റ് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി. അതിൻ്റെ അർത്ഥം ഫാബുലസ് 07 എന്ന് പറയുന്ന CSS ലോകത്ത് ആരുണ്ടാക്കിയാലും നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പഴയതുപോലെ സെൻട്രലൈസ്ഡ് ഡെവലപ്മെന്റ് അല്ല. ആർക്ക് വേണമെങ്കിലും ലോകത്ത് എന്തുവേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കോഡ്, ഇത് സോഴ്സ് കോഡ്, ഇത് വീഡിയോസ്, ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, ഇത് ബാക്ക്ഗ്രൗണ്ട് തീം, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ലോകത്ത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ഏരിയയിൽ ഇടുക, നമ്മളിവിടുന്ന് ഒരു ഫങ്ഷനാലിറ്റി കൊടുക്കുക. യൂസർ, അതായത് യൂസർ എന്ന് പറഞ്ഞാൽ എനി യൂസർ, അതായത് നമ്മുടെ നാട്ടിൽ കൂടി പോകുന്ന ഒരാൾ പറയാം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും പിക്ചേഴ്സും ഇമേജസും തീംസും ഒക്കെ കൂടി അസംബിൾ ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എൻഡ് സ്റ്റേറ്റിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് ഒരു 25 പേര് വീഡിയോസ്, 25 പേര് ഓഡിയോസ്, അങ്ങനെ പല സാധനങ്ങളും ഹോസ്റ്റ് ചെയ്തിട്ട് ഇടാനുള്ള ഒരു ഫങ്ഷനാലിറ്റി പോലെയായി മാറിയത്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ നാട്ടുകാർക്ക് ചെയ്യാം. അതാണിത്, അതായത് വെബ്സൈറ്റ് ടെംപ്ലേറ്റ്. ഇതൊരു വെബ്സൈറ്റ് ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഈ വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് റൺ ചെയ്യുന്ന ഈ ടെംപ്ലേറ്റ് വെച്ചിട്ടായിരിക്കും. ഈ ടെംപ്ലേറ്റ് മാറിക്കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും വെബ്സൈറ്റ് വരുന്നുണ്ടാവുക. ഇതേ വെബ്സൈറ്റ് തന്നെ ഈ ടെംപ്ലേറ്റ് മാറിക്കഴിഞ്ഞാൽ വേറെ വെബ്സൈറ്റ് ആയിട്ട് വരും. അതിൻ്റെ അർത്ഥം ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഇങ്ങനെ 100,000 ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ടെംപ്ലേറ്റ്സ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ ആയോ? കൺഫ്യൂസിങ് ആണോ? ആണോ? അല്ല, ടെംപ്ലേറ്റ് കിട്ടിയ യൂസ് ചെയ്യാലോ. അതായത് ടെംപ്ലേറ്റ്, ഈ ടെംപ്ലേറ്റ്, ഈ ഹോം എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഒരു ടെംപ്ലേറ്റിൽ നമ്മളിപ്പോൾ ഈ ടെംപ്ലേറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോണ്ടല്ലോ, ഇത് ടെംപ്ലേറ്റ് ആണ് ഇത് കാണുന്നത്. ഈ ടെംപ്ലേറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ഈ മെയിൻ മെനു നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഈ മെനുവിൽ എഴുതിയേക്കുന്ന സാധനങ്ങൾ എന്ന് ഈ ഓക്കെ ഡ്യൂക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എങ്ങനെ അത് അവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്, ഈ മെയിൻ സെക്ഷനുള്ള ഇത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ആ ടെംപ്ലേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അവർ പറയും ഓക്കെ ഇത് നമുക്കൊരു നീല കളർ ബോക്സിനകത്ത് ഇടാം, അല്ലെങ്കിൽ പച്ച കളർ ബോക്സിനകത്ത് ഇടാം എന്നുള്ളത് ആ ടെംപ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ ടെംപ്ലേറ്റ് മാറുന്ന അനുസരിച്ച് എൻ്റെ വെബ്സൈറ്റിന്റെ ലുക്ക് ആൻഡ് ഫീൽ മാറും. അപ്പൊ അത് തന്നെയാണ്
ഇപ്പം ഞാനിപ്പോൾ ഈ നമ്മുടെ വെബ്സൈറ്റ് ഇത് ബ്ലാക്ക് തീം ആക്കി ഇതിന്റെ ടെംപ്ലേറ്റ് ഒന്ന് സ്വിച്ച് ചെയ്തത് വേറെ തീമിൽ വരും. മനസ്സിലായോ? ഈ വെബ്സൈറ്റ്. അപ്പം അങ്ങനെ തീം മാറ്റുന്ന സംഭവമാണ് വെബ്സൈറ്റ് ടെംപ്ലേറ്റ്. ഇനി ഇതിനകത്ത് ഡേറ്റ നമുക്ക് മാറ്റാം. ഈ മാസ്റ്റർ ഡേറ്റ മാറ്റിയാൽ മതി. പക്ഷെ അത് അതിന് നമ്മൾ പ്രൊവൈഡർ കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതിനകത്ത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡർ വെച്ചിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ടെംപ്ലേറ്റ് അപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉള്ളൂ അതിനകത്ത്? അല്ലെന്നേ, ഇവിടെ ടെംപ്ലേറ്റ് കണ്ടോ? ഇവിടെ നമ്മൾ പിക്ക് ചെയ്താൽ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് വരും. കണ്ടോ? മെയിൻ പേജ്, കാർഡ് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 പേജ്, പിന്നെ പല പല ടെംപ്ലേറ്റുകൾ വരിക. ഇപ്പോൾ PDF, ഇമേജ്, യൂട്യൂബ്, അങ്ങനെ കരൗസൽ സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞ് കുറേ 100,000 ടെംപ്ലേറ്റുകൾ ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ. അപ്പോൾ ടെംപ്ലേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവുകയെ, നമ്മൾ ഇതങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇത് ബേസിക്കലി ഇതൊരു പ്രൊവൈഡർ കമ്പനിയാണ് നമ്മുടെ. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അതേ കൺഫ്യൂഷൻ ആണോ? ഇല്ല, ഈ ഡേറ്റ അക്കൗണ്ടിലേക്ക് ഇടാനുള്ള ഡേറ്റ എവിടെ നിന്ന് കിട്ടും ഒരു പബ്ലിക്കിലായിട്ടുള്ള ഒരാൾക്ക്? അതാണ്. അപ്പം സാജിറ എന്താ ചെയ്യാൻ പോകുന്നത്? സാജിറ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ സാജിറയ്ക്ക് ആ ഫോട്ടോസിന്റെ ആദ്യം ഫോട്ടോസ് വേണമല്ലോ, വേണ്ടേ? ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് IPFS എടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കണമല്ലോ എക്സൽ വെച്ചിട്ട്. അപ്പൊ എക്സലിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ എക്സലിൽ നിന്ന് ഈ ഡേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ ഇതിലേക്ക്. അത് കൺവേർട്ട് ചെയ്യാൻ പഠിപ്പിച്ചല്ലോ. അത് പഠിപ്പിക്കാൻ പറ്റുമല്ലോ നമുക്കൊരു ഡോക്യുമെന്റ് വെച്ചിട്ട് ആളുകളെ ഒരു വീഡിയോ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമല്ലോ. ഇത്രയും കാര്യങ്ങൾ സാജരിക്ക് മനസ്സിലായ കാര്യങ്ങളല്ലേ? സാജരിക്ക് വേണമെങ്കിൽ ഒരു ട്രെയിനിങ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഈ ID ഉണ്ടെങ്കിൽ, ഈ നെയിമും ഉണ്ടെങ്കിൽ, ഈ ഡേറ്റ മാനുവലി ഫില്ല് ചെയ്യാനും സാജരിക്ക് അറിയാം, എക്സൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാനും സാജരിക്ക് അറിയാം, അല്ലേ? ഇനി ഇതാണ് ഡേറ്റ. ഈ ഡേറ്റ നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ എങ്ങനെ ഒരു ADI, അതായത് ഒരു 3 ADI ഉണ്ടാക്കണം. മെയിൻ ADI, അതാണ് കമ്പനിയുടെ പേര്. അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ADI, അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ADI, അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ഡേറ്റ അക്കൗണ്ട്. അത് ഉണ്ടാക്കാൻ ഒരു 3 മിനിറ്റ്സ് മതി നമുക്ക്, അല്ലേ? ഇനി അതുണ്ടാക്കാനായിട്ട് അവതാർ ഇമേജസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു റൂൾസ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പമാണ്. അതായത് 10 മിനിറ്റ് കൊണ്ട് അവതാർ ഇമേജ് ആർക്കും ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഈ സംഭവം വെറുതെ അങ്ങ് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. അതായത് ഇത് മാത്രം, ഈ ഇൻഫർമേഷൻ മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. അതായത് ഇവിടെയൊക്കെ നിങ്ങൾ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേ, നിങ്ങളിവിടെ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ, ഈ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ കാണിച്ചു തരാം എന്താ നടക്കുന്നത്. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇതാണ് എൻ്റെ റൂള്. ആ റൂള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ ബാക്ക് എൻഡ് നടക്കുന്നത്. സോഷ്യൽ പ്രൊഫൈൽ എന്നാണ് എൻ്റെ പേര്. കൊബോട്ടയുടെ പേര് സോഷ്യൽ പ്രൊഫൈൽ എന്നാണ്. നിങ്ങൾ ആ ക്രിയേറ്റ് വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന റൂള്. ഓക്കെ, അപ്പോൾ അത് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിനകത്ത് 2 സെഗ്മെന്റ് ഉണ്ട്. ആദ്യത്തെ സെഗ്മെന്റ്, രണ്ടാമത്തെ സെഗ്മെന്റ്. ആദ്യത്തെ സെഗ്മെന്റ് ആണ് റൂൾസ് സെഗ്മെന്റ് എന്ന് പറയും. ഇത് റൂൾസ് എഞ്ചിനാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് അവർക്കോട് പറയും ഇതൊരു യൂസർ മെസ്സേജ് പാസ് ചെയ്യും. അതിൻ്റെ പേര് കണ്ടോ? യൂസറോട് പെർമിഷൻ എടുക്കാനാണ് പറയുന്നത്. ദിസ് ഈസ് എ ബാച്ച് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് പ്രസ് ചെയ്യാൻ പോവാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു ടെസ്റ്റ്. കണ്ടോ? ദിസ് പ്രോസസ് വിൽ സെറ്റപ്പ് സോഷ്യൽ പ്രൊഫൈൽ ആപ്പ്. ഇതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ദിസ് പ്രോസസ് വിൽ സെറ്റപ്പ് യുവർ സോഷ്യൽ പ്രൊഫൈൽ ആപ്പ്. കണ്ടോ? ഈ മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു റൂള്, ഇതേ റൂള് തന്നെ കോപ്പി അടിച്ച് എവിടെ ഇട്ടാലും ബാച്ച് ഓപ്പറേഷൻ്റെ എന്ത് ഓപ്പറേഷൻ്റെ ബിഫോർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജ് നിങ്ങളെ കാണിച്ചു തരും. വേറെ ഒന്നുമില്ല അത്. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണിത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്തതാണ് ഷോ ദിസ് മെസ്സേജ്, യൂസർ മെസ്സേജ് ബിഫോർ എക്സിക്യൂട്ടിംഗ് ദി പ്രോസസ്. അതാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ പ്രോസസ് ദിസ് ഈസ് ബാച്ച് ഓപ്പറേഷൻ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ് കാണിക്കുക.
ഇതും പെർമിഷൻ റൂൾസ് എഞ്ചിൻ ആണ്. ഓക്കെ പറഞ്ഞാൽ മാത്രമേ കണ്ടിന്യൂ ഉള്ളൂ, ക്യാൻസൽ ആയി ക്യാൻസൽ ആവും. മനസ്സിലായോ? ഇനി ഇത് ആഫ്റ്റർ എക്സിക്യൂട്ട് ആണ്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് പറയും ദ ട്രാൻസാക്ഷൻ ഇസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയും. പ്രോസസ് വിൽ സെറ്റപ്പ് കണ്ടോ, ഇനി ഞാൻ എസ് പറയാണ്. ഇനി ഇവിടെ കണ്ടോ, ഇത് മൊത്തം ഒന്ന് വായിച്ചെടുക്കണേ. നമുക്ക് ഓരോന്നോരോന്നിട്ട് വായിക്കാം. ദ ട്രാൻസാക്ഷൻ ഇസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ റൂള് 3 എവിടെയെങ്കിലും കോപ്പി ആൻഡ് പേസ്റ്റ് എടുത്തിട്ടാൽ മതി, നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആസ് ലോങ് ആസ് ഈ പേര്, ഈ റൂൾ ഐറ്റം, ഇത്രയും കാര്യങ്ങളുള്ള ഇതിനകത്ത്, ഒരു റൂളിനകത്ത് അത് നിങ്ങൾക്ക് എവിടെ നിന്നുള്ള എഴുതി ഉണ്ടാക്കാം. റൂൾ ഐറ്റത്തിന്റെ പേര് ഇതായിരിക്കണം. എൻവയോൺമെന്റ് വാളറ്റ് ആയിരിക്കണം. എല്ലാം വാളറ്റ് തന്നെ ആയിരിക്കും, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ബാച്ച് ഓപ്പറേഷൻ 1 ഒരു പേര് നമ്മൾ കൊടുക്കുക. ആ പേര് ഡസൻ മാറ്റർ, എന്ത് പേര് വേണം കൊടുക്കുക. എന്താണ് മെസ്സേജ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. എപ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ബിഫോർ ആണോ ആഫ്റ്റർ ആണോ, ഇവന്റ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുക്കുക. ഈ സംഭവം തീർന്നു, ഇത്ര ഉള്ളൂ ചെയ്യാൻ. ഇത് കോപ്പി അടിച്ചിട്ട് നിങ്ങൾ ഇനി എവിടെ ഇട്ടാലും ഇത് വർക്ക് ചെയ്തോളൂ. നിങ്ങൾ കോഡിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇത് കോപ്പി എടുത്ത് എവിടെ ഇട്ടാലും അത് അവിടെ വർക്ക് ചെയ്തോളൂ. ഇനി അതുപോലെ തന്നെ ഇവിടെയും ഇത് സംഭവം സെയിം സംഭവം തന്നെ അല്ല. ഇത് പേര് നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇത് മാത്രം നോക്കിയാൽ മതി, ഇത് കറക്റ്റ് ആയിരിക്കണം. ഇതാണ് എൻ്റെ പ്രോഗ്രാമിന്റെ പേരാണിത്. ഇതാണ് പാരാമീറ്റർ. ഇത് എപ്പോ, അപ്പോൾ ഇത് മനസ്സിലായി. 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇട്ടാൽ സംഭവം ഒക്കെ. അതിൽ നിങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഒരു റൂൾ എടുക്കുക, കോപ്പി എടുക്കുക, അവിടെ ഇടുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ റൂൾസ് എഞ്ചിൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ റൂൾസ് എഞ്ചിനിൽ. നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് കോഡിങ് മൊത്തം അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സംഭവമാണ് റൂൾസ് എഞ്ചിൻ. അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോഡൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് 3-4 ലൈനിൽ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. കോംപ്ലക്സ് സാധനം വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന സാധനമാണ് ഈ റൂൾസ് എഞ്ചിൻ പറയുന്നത്. ഇനി പ്രോസസ് എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ വേറെ എന്തൊക്കെ ചെയ്ത് നോക്കാം. ആദ്യം പ്രോസസ് എഞ്ചിൻ റൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസറോട് പറയും, ഇതാണ് ഒരു പല പ്രോസസ് എഞ്ചിനിൽ പല സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ നോക്കാൻ പോണത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് നോക്കുക. ആദ്യം ഇതൊരു പ്രോസസ് ഐറ്റം ആണ്, അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് പറയുന്നത്. അതിൻ്റെ പേര് എക്സിക്യൂട്ട് ട്രാൻസാക്ഷൻ ഓൺ അക്യുമുലേറ്റ്. അതായത് ഈ പ്രോസസ്സ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അക്യുമുലേറ്റിൽ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ പേര്. എപ്പോഴും ആ പേര് മാറരുത്, ആ പേര് വേണം. എന്നുവെച്ചാൽ വേറെ പല റൂൾസും നമ്മൾ വരുന്നുണ്ട്. അതായത് IPFSലേക്ക് ഡേറ്റ ചെയ്യുക, ഈതറിയത്തിലേക്ക് ഡേറ്റ ചെയ്യുക, ഓപ്പറേറ്റ് ക്രിപ്റ്റോയിലേക്ക് ഡേറ്റ ചെയ്യുക, അങ്ങനെ പല പ്രോസസ്സ് വരും. പക്ഷെ ഈ സ്റ്റെപ്പ് ഇത് സ്പെസിഫിക് ടു അക്യുമുലേറ്റ് ആണ്, അതുകൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പേരാണ്. ഇത് മാറരുത്, ഇത് 3 കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ടൈപ്പ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഇത് വേണം. അപ്പൊ യൂസറോട് എന്ത് പറയണം? വാളറ്റ് ഈസ് ക്രിയേറ്റിംഗ് യുവർ ഐഡന്റിറ്റി അക്കൗണ്ട് എന്നാണ് യൂസറോട് പറയേണ്ടത്. അത് ഇവിടെ ഏറ്റവും താഴെ വന്നിട്ടുണ്ട്, വാളറ്റ് ഈസ് ക്രിയേറ്റിംഗ് യുവർ ഐഡന്റിറ്റി അക്കൗണ്ട്. അത് ഇതേപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യും. എന്താണ് അതിന്റെ മീനിങ്? സൂര്യക്ക് ഒന്ന് ഗസ് ചെയ്യാമോ? എന്തായിരിക്കും ആ സ്റ്റെപ്പ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒന്ന് ഗസ് ചെയ്യാമോ സൂര? വെബ്സൈറ്റ് വാളറ്റ് ഐഡന്റിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നല്ലേ? അതായത് ഇവിടെ നമ്മളൊരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് 1 ഇല്ലേ? അതായത് ടെസ്റ്റ് 1 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞങ്ങനെ ഇവിടെ ടെസ്റ്റ് 1 എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പേരന്റ് ഐഡി ഇതല്ലേ പേരന്റ് ഐഡി നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് നേരത്തെ. അതിന്റെ അകത്ത് ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത്, അല്ലേ? ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണോ, AD നെയിം ആണോ? അത് തന്നെ. അത് കൺഫ്യൂഷൻ ആണ് സർ. ന്യൂ ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുമ്പോഴേ AD നെയിം ആണത്. അത് നമുക്ക് ഇതാണ് പേരന്റ് AD. അതിനകത്ത് ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുമ്പോഴേ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പേജ് ആണല്ലോ ഉണ്ടാക്കുന്നത് ഇവിടെ, അല്ലേ? ക്രിയേറ്റ് മെയിൻ പേജ്. ഇത് AD വിട്, ഞാനിത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ഒരു പേജ് ഉണ്ടാക്കാം. പേജിന്റെ പേരാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായില്ലേ? പേജ് ടെസ്റ്റ് 1 എന്ന് പറയുന്നത്. പക്ഷെ ടെസ്റ്റ് 1 എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡിൽ എന്താ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ. ബാക്ക് എൻഡിൽ ഇതാണ് പേരന്റ് ADI. അതിനകത്ത് ടെസ്റ്റ് 1 എന്ന് പറഞ്ഞൊരു ADI ഉണ്ടാക്കിയിട്ട് കുറെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ വെബ് പേജ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളെ. അപ്പൊ ആദ്യം തന്നെ ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ADI ഉണ്ടാക്കും.
അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്, ക്രിയേറ്റിംഗ് വാളറ്റ് ID. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ഈ പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കും. പ്രൈമറി കീ ബുക്കിൻ്റെ പേര് കൊടുക്കും, കീ ബുക്കിൻ്റെ പേര്, റൂട്ട് ADA ആണെന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ID, ഇത് വേറെ റൂളാട്ടോ. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച സംഭവമല്ല കാണിക്കുന്നത്, ഇത് വേറെ ഇത് കാണിക്കുന്നത്. നിങ്ങളെ കാണിച്ച ഇത് ചിലപ്പോൾ അതായിരിക്കും. നമ്മളിപ്പോൾ ഏതാ പ്രസ് ചെയ്ത് നോക്കി, ഇത് റീക്രിയേറ്റ് ആയിരിക്കും, ഇതായിരിക്കും നമ്മൾ ചെയ്തത് അല്ലേ? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതല്ല, ഏതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ചെയ്യാനായിട്ട്, ഓർമ്മയുണ്ടോ? പ്രോസസ് വാളറ്റ് അല്ലേ? അല്ലല്ല, ഏതാ വെബ് പേജ് ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ നോക്കിയേ? നമ്മൾ എന്തുണ്ടാക്കാൻ നോക്കിയപ്പോൾ പ്രോസസ് എടുത്തിട്ടുണ്ടായിരുന്നു റൂൾസ്. ആ വെബ്സൈറ്റ് വാലറ്റിലാണ് നമ്മളിപ്പോ മറ്റേ അവതാരം ചേഞ്ച് ചെയ്യാൻ ആ രീതിയിൽ നോക്കി. ഓക്കെ. എന്തായാലും ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം അതിന്റെ URL ഒരു ഫസ്റ്റ് ADA ഉണ്ടാക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ADA ഉണ്ടാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് അങ്ങ് റൺ ചെയ്താൽ മതി. എന്നിട്ട് ഇതിന്റെ വാല്യൂ ഈ പേരന്റ് ADA എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ നിന്ന് പിക്ക് ചെയ്തോളൂ. ഈ സ്ക്രീനിലെ വാല്യൂ ആണ് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് കീ ബുക്കിന്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഹാർഡ് കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കേണ്ട ഇത് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ എടുത്തോളൂ. ഇനി രണ്ടാമത് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് പറയണത് എന്താ വെച്ചാൽ, ഓക്കെ ഇനി ഈ ADA ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ താഴെ ഇതേ പേരിൽ വേറെ ഒരെണ്ണോട് ചെയ്യാൻ പറയും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ പർപ്പസ് എന്ന് വെച്ചാൽ എന്നാന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ പർപ്പസ് എന്ന് പറഞ്ഞ ഫീൽഡ് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. ആ പർപ്പസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രൊഫൈൽ എന്നാണ് എൻ്റെ പേര്. അല്ല, പർപ്പസ് എന്ന് വെച്ചാൽ കൊബോട്ട എന്ന് തോന്നുന്നു. ബക്കറ്റ് നെയിം സോഷ്യൽ പ്രൊഫൈൽ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അല്ലല്ല, ക്ലയൻറ്റ് എന്ന് പറയും ബക്കറ്റ് പ്രൈസ്, ഇത് സോഷ്യൽ പ്രൊഫൈൽ. അത് ഇവിടെ ഉണ്ടാവും, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആ വേരിയബിൾസ് വെച്ചിട്ട് ക്ലയൻറ്റ് അല്ല ഡീഫോൾട്ട് കണ്ടോ, ഇത് ക്രിയേറ്റ് ചെയ്തേക്കണുണ്ടോ? ഇതാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിസ്കവറി വ്യൂ ആണ്. പർപ്പസ് എന്ന് പറയുന്നത് അവർ ക്ലയൻറ്റ് ഡീഫോൾട്ട് എന്നിട്ടു. പിന്നെ ബക്കറ്റ് നെയിം എന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ പ്രൊഫൈൽ എന്നിട്ടു. ഓക്കെ, സോറി സോഷ്യൽ പ്രൊഫൈൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് ഡീഫോൾട്ട്, ഇത് ക്ലയൻറ്റും ഇത് ഡീഫോൾട്ടും എന്ന് പറഞ്ഞിട്ട് അവർ വെറുതെ ഇട്ടു. ഇങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത് ടെംപ്ലേറ്റ് എന്ന് പറയും. ടെംപ്ലേറ്റിനകത്ത് ഇത് വൈൽഡ് കാർഡുകളാണ്. ഈ വൈൽഡ് കാർഡ് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കുള്ള പേര് നമുക്ക് കിട്ടി ഇല്ലേ? ആ പേര് ഇവർ സിസ്റ്റം കണ്ടുപിടിച്ചെടുത്തു. അതാണിത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു ADA ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ആ ADA കംപ്ലീറ്റ് ആയി. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഡേറ്റ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ അതിന് ഡേറ്റ അക്കൗണ്ടിന്റെ പാത്ത് വേണം. പാത്ത് ഇത് തന്നെയാണ്. ഈ പേരന്റ് ADA /discovery purpose bachelor info v1 എന്നാണ് പാത്ത്. ഇതിന്റെ ക്രിയേറ്റ് ഡേറ്റ അക്കൗണ്ട് കൊടുക്കണം ഇവിടെ. അപ്പൊ ഇതിന്റെ ഇത് ഈ ട്രാൻസാക്ഷൻ ടൈപ്പ് ക്രിയേറ്റ് ഡേറ്റ അക്കൗണ്ട് എന്നും ഇവിടെ ക്രിയേറ്റ് ഐഡന്റിറ്റി എന്നുമാണ്. അപ്പൊ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വന്നു. മനസ്സിലായോ? ഇനി ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെബ്സൈറ്റിന്റെ ഒരു ഡേറ്റ എൻട്രി കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡേറ്റ എൻട്രി ഇടാനാണ് പറയുന്നത്. അതായത് ഡേറ്റ അക്കൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആയി ഇല്ലേ? സോ അതാണ് ഡേറ്റ അക്കൗണ്ട് ഈസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണിക്കുന്നത്. അടുത്ത ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ വാളറ്റ് ഈസ് മേക്കിംഗ് എ ഡേറ്റ എൻട്രി. അതാണ് ഇവിടെ കാണിക്കുന്നത്, വാളറ്റ് ഈസ് മേക്കിംഗ് എ ഡേറ്റ എൻട്രി. ഡേറ്റ എൻട്രി എങ്ങനെ കൊടുക്കണേ? ഈ ലാസ്റ്റ് ഡേറ്റ അക്കൗണ്ടിനെ കണ്ടുപിടിക്കും. അതായത് ഡേറ്റ അക്കൗണ്ടിന്റെ URL ആദ്യം കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അത് പറയും ഇതാണ് ഡേറ്റ അക്കൗണ്ടിന്റെ URL. അത് കണ്ടുപിടിച്ചു. അത് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് തന്നെ ഇവിടെ കൊടുത്താലും മതിയായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു. അതിന് പകരം ഞാൻ ഇവിടെ ലാസ്റ്റ് ഡേറ്റ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു, അതെടുത്തു. എന്നിട്ട് ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് പോയിട്ട് ഈ ഡേറ്റ കണ്ടുപിടിക്കും. അതായത് ഡേറ്റ ഇവിടെ ഇടാനുള്ള വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കും. ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഡേറ്റ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും ഈ ഡേറ്റ അക്കൗണ്ടിലേക്ക്. എന്ത് പറയും? കംപ്ലീറ്റ് എന്ന് പറയും. അപ്പോൾ ഇതെവിടെ ഇരിക്കണേ? ഇതും ഓപ്പറേറ്റ് ക്രിപ്റ്റോയിലെ ഒരു വേറൊരു ഡേറ്റ അക്കൗണ്ടിലിരിക്കുന്ന സംഭവം. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. വെബ് പേജസിൽ 071 ഇതാണ് 071. ഇവിടെ ഇരിക്കുന്ന ഡേറ്റയാണ്, ഈ ഡേറ്റയാണ്. ഈ ഡേറ്റ എടുത്തിട്ട് അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പം നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇതിലേക്ക് ഈ ഡേറ്റ ഓട്ടോമാറ്റിക്കലി ചെല്ലും. അപ്പോൾ അത് empty പേജ് അല്ല ക്രിയേറ്റ് ചെയ്യുന്ന, ഇതായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കിയോ, ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ഇനി
നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ PDF എന്നല്ലേ പറഞ്ഞേ, PDF 7 കണ്ടല്ലേ, ക്രിയേറ്റ് വെബ്സൈറ്റ് PDF 71 PDF. ഇതായിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ, PDF ഡിസ്പ്ലേഡ് ഓൺ എ പേജ്. ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാം PDF. ഓക്കെ, നിങ്ങൾ കണ്ടോ 2 മെസ്സേജ് വന്നു, ക്രിയേറ്റിംഗ് ഐഡന്റിറ്റി PDF എന്ന് പറയുന്ന സംഭവം വന്നു, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നു അല്ലേ. കണ്ടോ, സംഭവം കംപ്ലീറ്റ് ആയി, എല്ലാ സാധനവും ഓക്കെ ആയി. ഇനി നമ്മളിവിടെ വന്നിട്ട് PDF എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യാം. PDF സ്വിച്ച്. ഇനി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവത്തിൽ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. അത് ഇവിടെ കാണുന്നില്ല, എററുണ്ട്, നമ്മുടെ സേവ് ബട്ടൺ കാണുന്നില്ല. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ ചെയ്തപ്പോൾ ഈ അക്യുമുലേറ്റ് വൈറ്റ് പേപ്പർ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് ഫില്ലായി. അത് ഇവിടുന്നാണ് വരുന്നത്, മനസ്സിലായോ? ഈ സംഭവങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടെ ഞാൻ എംപ്റ്റി ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇത് വരില്ല, മനസ്സിലായോ? അപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ വേണമെന്ന് നമുക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഇൻഫർമേഷൻ അവിടെ വരും. ഇതാണ് ഡിഫോൾട്ട് വാല്യൂസ് ബേസിക്കലി. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്തിടാം. പക്ഷെ നമ്മൾ സാധാരണ സത്യമായി ഇത് ശരിക്കും എംറ്റി ആക്കി ഇടുന്നത്. നമ്മളൊരാൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എംറ്റി വെബ്സൈറ്റിലെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന്, എങ്ങനെ എറർ മെസ്സേജുകൾ നമ്മുടെ പ്രോസസ്സ് വെച്ചിട്ട് കാണിക്കാമെന്ന് പഠിച്ചു, എങ്ങനെ ഐഡന്റിറ്റി അക്കൗണ്ട് റൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അത് നിങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. പിന്നെ എങ്ങനെ ഈ ക്രിയേറ്റ് ഡേറ്റ അക്കൗണ്ട് ചെയ്യാമെന്ന് പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു ഇല്ലേ. ഞാനിത് കോപ്പി എടുത്തിട്ട് ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് കോപ്പി എടുക്കുക. എന്നിട്ട് ഞാൻ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് റൂൾസ് എഞ്ചിനിലേക്ക് പോവാം, പ്രോസസ് വാളറ്റിലേക്ക് പോവാം. എന്നിട്ട് പ്രോസസ് വാളറ്റിൽ പോയിട്ട് ഞാൻ ഓപ്പൺ ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ഈ സംഭവം. ഈ റൂള് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന റൂൾ ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പർപ്പസ് ക്ലയന്റ് എന്ന് കൊടുത്തു, അല്ല ഡിഫോൾട്ട് കൊടുത്തു. ക്ലയന്റ് ഡിഫോൾട്ട്, അതെ, ചാനൽ നെയിം സോഷ്യൽ പ്രൊഫൈൽ എന്നാണ്. സോഷ്യൽ പ്രൊഫൈലിന് കൊടുത്തു. എന്നിട്ട് ഇത് ചൂസ് ചെയ്തു. എന്നിട്ട് പാരാമീറ്റർ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, കണ്ടോ, ആദ്യത്തെ മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് വന്നു, വാളറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഐഡന്റിറ്റി, ഫെയിൽഡ് ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റ്. നിങ്ങൾ കണ്ടോ സംഭവം നടക്കുന്ന കണ്ടോ? ഞാനിപ്പോൾ ചെയ്ത റൂള് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൂള് തന്നെ വരുന്നതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ വെച്ചാൽ ഈ സംഭവം എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക. എൻ്റെ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ദിസ് റൂൾസ് വിൽ ബി എക്സിക്യൂട്ടഡ് ബിഫോർ എന്നൊക്കെ പറയുന്നത് പറയായിട്ട് സാജിദ വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഓക്കെ. സോ ഇങ്ങനെ പ്രസ് ചെയ്യാം. എവിടെ നമ്മൾ കൊടുത്തായിരുന്നല്ലോ, അത് വന്നില്ല അല്ലേ? എനിക്ക് വേണം അത് സേവ് ആയെന്ന് തോന്നുന്നു. എന്തുകൊണ്ടായി സംഭവം മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളത്? ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങൾക്ക് എന്തുപോലെ എഴുതാം ഇങ്ങനെ. അതായത് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും അവിടെ ഇവിടെയും ADS ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇത് റൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പം ഇത് ആദ്യം തന്നെ ഇത് ഒരെണ്ണം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു റൂളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുമോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്യൂക്ക് ചെയ്താൽ ഇപ്പോൾ 100 ഐഡന്റിറ്റി ഉണ്ടാക്കണേ ഇതൊന്ന് ട്യൂക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ 100 ഐഡന്റിറ്റി ഉണ്ടാക്കാം. ഇവിടെ ഹാർഡ് കോഡ് ചെയ്തിടാം ഐഡന്റിറ്റീസ്. അപ്പം അങ്ങനെ നമുക്ക് ഈ റൂൾ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവൻച്വലി. മനസ്സിലായോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ, നോക്കണം. ഓ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ സെഗ്മെന്റ്, ഒന്ന് നോക്കണം. അപ്പോൾ മനസ്സിലായോ ഇപ്പൊ സംഭവം എന്താന്ന്? ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് അത്ര സിമ്പിൾ പ്രോഡക്റ്റ് അല്ല. ഇത് ഭയങ്കര വലിയ പ്രോഡക്റ്റാണ്. നമ്മൾ ഹെഡ് ചെയ്യുന്നത് ഈ മൈക്രോസോഫ്റ്റിനും ഗൂഗിളിനെയും ഒക്കെ ബീറ്റ് ചെയ്യാൻ അങ്ങനത്തെ ലെവലിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റ് നിങ്ങൾ വിചാരിക്കണ അത്ര സ്മോൾ പ്രോഡക്റ്റ് അല്ല. ഇപ്പോൾ ഈ റൂൾസ് എഞ്ചിൻ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അത് ഒരു പരിധി വരെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഭയങ്കര ജൈജാൻറ്റിക് പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്ര ചെറിയ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ റൂൾസ് എഞ്ചിൻ എന്താണെന്നൊക്കെ ഒന്ന് കുറേ വായിച്ച് പഠിക്കുക. അവിടെ നിങ്ങൾക്ക് ChatGPT ചോദിച്ചാൽ പറഞ്ഞുതരും വാട്ട് ഈസ് റൂൾസ് എഞ്ചിൻ എന്നൊക്കെ. ഇപ്പോൾ നോക്കി വായിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. മാത്രമല്ല നമ്മുടെ കൊബോട്ടോ ഇറ്റ്സെൽഫ് ഭയങ്കര എന്താ പറയുക, എവിടെ നിന്ന് വേണേലും ആളുകൾക്ക് എങ്ങനെ വേണേലും ഹോസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ അത് വളരെ അഡ്വാൻസ്ഡ് ആണിത്. ലോകത്ത് ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ആളുകളെല്ലാവരും ഇമേജസ് ഒക്കെ കൊടുക്കുന്ന അവരുടെ സ്വന്തം ഇമേജസ് കൊടുക്കുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മളൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ അതിനൊക്കെ കുറേ വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. അപ്പോൾ ഇനി മുതൽ നമ്മൾ ജനറൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഇപ്പൊ ഇതിന്റെ പേയ്മെന്റിന്റെ ഇപ്പൊ ഇമേജസ് സെലക്ട് ചെയ്യാനുള്ള പേയ്മെന്റ് അതൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കണ്ടേ ശരിക്കും റിയൽ ടൈം? നമ്മുടെ പ്രോബ്ലം അല്ല, അത് അവരുടെ പ്രോബ്ലം അല്ലേ. ഇപ്പൊ നമ്മൾ എങ്ങനെ ആ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളത് അവരാണ്. ആ ഇമേജസ് ഇവിടെ ചൂസ് ചെയ്ത ഇമേജസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ പേയ്മെന്റ് എങ്ങനെ എടുക്കണം അവരുടെ പ്രോബ്ലംസാണ്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നിങ്ങൾ ഓരോ സേവ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും നമ്മൾ അതിൽ നിന്ന് കുറച്ച് കമ്മീഷൻ എടുക്കും. മനസ്സിലായോ? അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. നമുക്ക് നമ്മുടെ കമ്മീഷൻ കിട്ടാൻ മാത്രം നമ്മൾ നോക്കിയാൽ അവരുടെ കമ്മീഷൻ എങ്ങനെ വരുന്നു നമ്മൾ അറിയേണ്ടതില്ല. പക്ഷെ നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് നമ്മുടേതായ പ്രോബ്ലംസ് ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അവരവരുടേതായ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യും. ബേസിക്കലി ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. സർ ഇതിൽ PDF ഡിസ്പ്ലേ കാർഡ് ഒന്ന് എടുക്കാവോ? താഴെ സെക്ഷൻ അതിൽ URL കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ PDF-ന്റെ URL. ഓക്കെ, യൂട്യൂബിൽ ഇതുപോലെ URL കൊടുക്കാനുള്ള ഫീൽഡ് ഇത്രയും വലിയ കണ്ടന്റ് കൊടുക്കാനുള്ള ഫീൽഡായിട്ടാണ് കൊടുത്തേക്കുന്നത്. യൂട്യൂബ് അതൊക്കെ ചേഞ്ച് ചെയ്യാം. അതൊക്കെ ഒരു ഡിഫക്റ്റ് ആയിട്ട് അവിടെ ഇട്ടാൽ ഞാൻ സമയത്ത് മനസ്സിലാവും. ഇപ്പൊ ഒരുമാതിരി ക്ലിയർ ആയിട്ടില്ലേ സംഭവം? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ഗ്രീൻ തീം ഒക്കെ മാറുമല്ലോ സാർ, എറർ വരുന്നേ അല്ല ഈ ബാച്ച് പ്രോസസ്സിന്റെ വരുന്ന ഗ്രീൻ കളറൊക്കെ മാറുമല്ലോ. അതൊക്കെ മാറും. അതൊക്കെ നമുക്ക് മാറ്റി നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. എന്തായാലും ഇപ്പൊ മച്ച് ബെറ്റർ പ്രൊഫഷണൽ ലുക്കിംഗ് ആണ് അല്ലേ? അത് മതി, അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. ഇനി കുറച്ച് അതിനിടയിൽ കുറച്ച് ഡിഫക്റ്റ് ഒക്കെ വന്നു. അത് നമ്മളിങ്ങനെ ഓരോ തവണ റീവർക്ക് ചെയ്യുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വരും അവിടെ ഇവിടെ. അപ്പം അത് നമുക്ക് വീണ്ടും നോക്കാം. അപ്പം ഇപ്പം നിങ്ങൾ പഠിച്ചത് കൊബോട്ടോ ആണ്, വെബ്സൈറ്റ് ബിൽഡറാണ്, റൂൾസ് എഞ്ചിനാണ്. പണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാണ്. ഇനിയുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട സാധനങ്ങൾ. അതായത് ഈ ഇത്രയും വെബ്സൈറ്റുകൾ നമ്മൾ ഡെവലപ്പ് ഇതിനകത്തുണ്ട് ഇപ്പോൾ. അതായത് നിങ്ങൾ കണക്കാലും ദൂരം ആപ്പുകളെ കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ വെബ്സൈറ്റുകളാണ്. അതായത് എല്ലാം ഡീപ് ടെക്നോളജീസ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബിനു കേട്ടില്ലേ RWA എന്ന്? കേട്ടിട്ടുണ്ടോ? അത് ആളുകൾ കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിവിടെ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു കുറേയൊക്കെ. മനസ്സിലായോ? NFT വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. സാധാരണ പല ആളുകളും ഒരു NFT എങ്ങനെ റിലീസ് ചെയ്യാന്നാണ് പ്രോജക്റ്റിൽ. പല പ്രോജക്റ്റുകളും ബിനു കേട്ടേക്കുന്ന പ്രോജക്റ്റുകളൊക്കെ NFT എങ്ങനെ റിലീസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. നമ്മളിത് NFT ഫ്രീ
ഉണ്ടാക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫ്രെയിംവർക്കാണിത്. മനസ്സിലായോ? മച്ച് സീരിയസ് സ്റ്റഫ്. AML ഓൺ ചെയിൻ ഇതാണ് നമ്മൾ ഇതിന് പോകാൻ പോണത്, നമ്മുടെ ഹാക്കത്തോണിന് പോകുന്നുണ്ട്. മറ്റു ഞാൻ പറഞ്ഞില്ലേ ബാങ്കോക്കിൽ, അതിൻ്റെ പ്രോജക്റ്റാണിത്. പിന്നെ ഇതെല്ലാം വലിയ വലിയ പ്രോജക്റ്റുകളായി KYC ഓൺ ചെയിൻ എന്നൊക്കെ പറയണത്. ഇതൊക്കെ കൊബോട്ടിനേക്കാളും വലിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് ഗൂഗിൾ ഡോക്സ് ഇല്ലേ, ഡോക്സ് ഓൺ ലെഡ്ജർ, ഗൂഗിൾ ഡോക്സ് പോലത്തെ ഒരു സംഭവമാണിത്. ഇത് IoT ഡേറ്റ ഫോംസ്, ഇത് വലിയൊരു പ്രോഡക്റ്റാണ്. ഇതൊരു വലിയ പ്രോഡക്റ്റാണ്. ബാങ്ക് ഓൺ ലെഡ്ജർ ഭയങ്കര ക്രിട്ടിക്കൽ പ്രോഡക്റ്റാണ്. അത് നമ്മൾ ഓൾറെഡി റിലീസ് കംപ്ലീറ്റ് ആക്കി. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പല കമ്പനികൾക്കും നമ്മുടെ ADIയിൽ നിന്ന് ഡേറ്റ കൊറിയർ എടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് ഇയാളുടെ ബാങ്ക് ഇൻഫർമേഷൻ, സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല പിക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റാണിത്. അപ്പം അങ്ങനെ എല്ലാ പ്രോഡക്റ്റുകളും ഭയങ്കര സോളിഡ് പ്രോഡക്റ്റുകളായി കാണുന്നു. ഓക്കെ, കണ്ടാൽ ഇപ്പൊ ഈ കാണുന്ന ചേഞ്ചസ് വരുത്തി പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലേ? ഇപ്പൊ ഈ കാണിക്കുന്നത് ഇല്ല. ഇനി നമ്മൾ ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കൊബോട്ട ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ കൊബോട്ട പഠിക്കാൻ വേണ്ടി അടിച്ചോട്ട് വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആവുന്നില്ല. കൊബോട്ടയുടെ ഒരു PDF ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നത്? ഇന്നാണോ? പണ്ടെങ്ങാണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു. സാഹചര്യം ഒന്ന് അയച്ചു കൊടുക്കരുത് എനിക്ക്. ഓക്കെ, സാഹചര്യം എനിക്ക് ഫോർവേഡ് ചെയ്യണേ. സാഹചര്യം ഏതാണ് ഇതിനകത്ത് പഠിക്കാന്ന് പറഞ്ഞാൽ? ഡോക്സ് ഓൺ ലെഡ്ജർ അല്ലേ സാഹചര്യം? ഏതാ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ ഡോക്സ് ആണ്. അപ്പൊ ഇത് വലിയൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഗൂഗിൾ ഡോക്സിന് ഈക്വലന്റ് ആണ്. അപ്പൊ അത് പിന്നെ എനിക്ക് RW പഠിച്ചാൽ കൊള്ളുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കുറച്ച് അറിയാൻ കൊള്ളുന്നുണ്ട്. അത് അതിനെപ്പറ്റിയുള്ള അത് വേറെ ഒന്നുമില്ല അതിനകത്ത്. അല്ല ബിനോ, ഈ സംഭവം, ഈ കൊബോട്ടോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ബിനു വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇത് ഭയങ്കര വലിയ പ്രോഡക്റ്റാണ്. ഇത് മനസ്സിലാക്കി എടുക്കാൻ ബിനുവിന് ഒരു മാസം പിടിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ വല്ല കാര്യങ്ങളും എത്ര മനസ്സിലായിട്ടുണ്ട്? ഒരു 10% മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് മനസ്സിലാക്കി എടുക്കാനുണ്ടല്ലോ കുറെ സമയം പിടിക്കും. ഇത് വേൾഡിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും ഇല്ല. നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുത്താലും ആർക്കും മനസ്സിലാവാൻ പോണില്ല. എന്നുവെച്ചാൽ അവര് നമ്മൾ ഇമാജിൻ ചെയ്തേക്കണത് പറഞ്ഞു കൊടുത്താൽ ആൾക്ക് മനസ്സിലാവാനുള്ള ഇതില്ല. ഇപ്പൊ ബിനു തന്നെ കാണുന്നില്ല, ഞാൻ ജയ്ക്ക് എത്ര ഡെമോ കൊടുത്തു. ജെ എല്ലാ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ കഴിഞ്ഞ ഡെമോ 2 ദിവസം മുന്നേ കൊടുത്ത ഡെമോ ജെ അന്തം വിട്ടിരിക്കല്ലേ. ഇതെന്താണ് ഇപ്പൊ ഞാന് ജയ്ക്ക് എന്തോരം പറഞ്ഞു കൊടുത്തു. ബാങ്ക് പേഴ്സണൽ ബാങ്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഓർമ്മയില്ലേ? എനിക്കറിയാം. ബിനോയ് ഇപ്പൊ ഹാക്കത്തോൺ തന്നെ ബിനോയ് അല്ലെ, ഞാനൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. ബിനോയ് ഹാക്കത്തോണിന് വേണ്ടി എന്തോരം ടൈം സ്പെൻഡ് ചെയ്ത് ബിനോയാണ് എന്റെ ഇൻസൈഡ് ഔട്ട് ചെയ്തേക്കണേ. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞു ഈ ബാങ്ക് ഓൺ ലെഡ്ജർ ഞാൻ നമ്മുടെ ജെയ്ക്ക് പറഞ്ഞു കൊടുത്തു. ജെയ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രസിഡന്റാ, ഒരു ബ്ലോക്ക് ചെയിൻ ലെയർ 1 കമ്പനിയുടെ പ്രസിഡന്റാ. അതായത് ഇത്രയും നാൾ എക്സ്പീരിയൻസ് ഉള്ള 10-65 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഇത്രയും നാളുമായിട്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ. ആ പുള്ളിക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പ്രോഡക്റ്റിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട്, അവരുടെ ഏരിയ ആണിത്, നമ്മളുടെ പോലും ഏരിയ അല്ല. പുള്ളിക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റണില്ല. പറഞ്ഞോ, അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അത് ഞാൻ ശരിക്കും അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി. കണ്ടിരുന്നോ ബിനോ? ഇപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി വെൽ എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ്. വെച്ചാൽ പുള്ളി വിചാരിക്കുന്ന ആ ഒരു ലെവലിലല്ല നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്, അതിലും വലിയ ലെവലിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നത് ആളുകൾക്ക്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണിത്. അപ്പോൾ പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും ആ പ്രോഡക്റ്റ് കണ്ടാൽ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാം, ഈ ഡോക്സ് ഓൺ ലെഡ്ജർ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് നമ്മൾ പോയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് എ ഡോക്യുമെന്റ്. ഇപ്പൊ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ചെയ്തു. സ്വിച്ച് ടു കറണ്ട് അക്കൗണ്ട്. നമ്മളിവിടെ പോയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഡോക്യുമെന്റിന്റെ പേര് സാജിറ റെസ്യൂമെ. ഓക്കെ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഡോക്യുമെന്റ് ഉണ്ടാക്കി. ഇതൊന്നും റിവ്യൂ ചെയ്തിട്ടില്ല കേട്ടോ, ലുക്ക് ആൻഡ് ഫീല്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല അത് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ്, സാജിറ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഒരാളോട് പറയാണ്, നിങ്ങളിവിടെ വരിക. അപ്പൊ ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെക്കുക. ഈ സംഭവം, ഈ ഡോക്യുമെന്റ് ടെംപ്ലേറ്റ് കാണിക്കുന്നേ ഇല്ല, ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ സാജിറ റെസ്യൂം എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പറയും. അപ്പൊ സാജിറയ്ക്ക് ആകെ മൊത്തം ഡോക്യുമെന്റിന്റെ പേര് മാത്രം ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായോ? നമ്മൾ ഗൂഗിളിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വന്നെങ്കിൽ ഇത്രയും ഫീൽഡുകളൊന്നുമില്ല ഗൂഗിളിൽ.
നമ്മളൊരു പേര് കൊടുക്കാനാ പറയണത് ഗൂഗിള് അല്ലെ. ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പേര് മാത്രമേ കൊടുക്കാൻ ചോദിക്കുന്നുള്ളൂ. കൊടുത്തില്ലെങ്കിലും അത് ഇവിടെ നമ്മൾ അത് മാത്രം ഡീഫോൾട്ട് ആയിട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ഇവിടെ ഡോക്യുമെന്റിന്റെ പേര് മാത്രമേ ചോദിക്കണം, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇതൊക്കെ ഹൈഡ് ചെയ്തിടാൻ പോകും നമ്മള്, മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ ഒരു ഡോക്യുമെന്റ് ടെംപ്ലേറ്റ് എന്ന് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഗൂഗിളിലുണ്ടല്ലോ പല ടെംപ്ലേറ്റ് ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഇതുപോലെ നമ്മൾ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ സാജിറയുടെ ഇത് സാജിറ റെസ്യൂമോ ഉണ്ടായി. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് സാജിറ റെസ്യൂമ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ വ്യൂ ഡോക്യുമെന്റ് കാണുക, വരുന്നില്ല. എഡിറ്റ് ഡോക്യുമെന്റ് കാണുക. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ UI നന്നാക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഗൂഗിൾ പോലെ തന്നെ ടൈറ്റിൽ കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ പറയും സാജിറ ഡോക്യുമെന്റ്, ടൈറ്റിൽ കൊടുത്തു. എന്നിട്ട് സാജിറയോട് പറയും ദിസ് ഈസ് മൈ റെസ്യൂമേ എന്ന് പറഞ്ഞ് സാജിറ ഇത് തന്നെയാണ് ഗൂഗിൾ ഡോക്കിൽ നടക്കുന്നത്. ഇതുപോലെ ഇതൊക്കെ വന്നിട്ട് അപ്പൊ നമ്മൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗൂഗിൾ ഡോക്കിന് അതേ എക്സ്പീരിയൻസ് കൊടുത്തിട്ട് നമ്മൾ ഇത് ഇവിടെ സേവ് ബട്ടണോട് പോയി സേവ് ചെയ്യുമ്പോൾ സംഭവം സേവായി. ഈ സേവിനിടയിൽ കാണുന്ന കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാണിച്ചു തന്നു നമ്മളെ. അതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിക്കാം. നമ്മൾ വെറും ഡോക്യുമെന്റ് മാത്രമേ കാണിക്കുന്നത്. സാജിറ ഡോക്യുമെന്റ്, ദിസ് ഈസ് മൈ റെസ്യൂമേ. ഇനി നിങ്ങൾ ഗൂഗിൾ ഡോക്കിൽ പോയിട്ട് ഗൂഗിൾ ഡോക്കിൽ ഇങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുക. ഇത് തന്നെ ആയിരിക്കും ഗൂഗിൾ ഡോക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക, ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൂഗിൾ ഡോക്കിൽ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് തന്നെ നിങ്ങൾ ഒരു ഡോക്യുമെന്റ് ഗൂഗിൾ ഡോക്കിൽ ഉണ്ടാക്കി കാണുക. ഇനി നിങ്ങൾ അവിടെ പോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വ്യൂ ചെയ്യുക, പിന്നെ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കുറെ 100,000 കാര്യങ്ങൾ ഇവിടെ ഇടുകയാണെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് സേവ് ആയി കിട്ടുമോ സർ? ഡോക്യുമെന്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുമോ? അതെ, ഇത് ഇവിടെ നോക്കിയോ. ഇനി ഇവിടെ നമ്മൾ ഇത് ചെയ്തു, പിന്നെ അണ്ടർഗ്രൗണ്ട് അലൈൻ ചെയ്തു, ഇതിനെ കളർ മാറ്റി, ഫോൺ സൈസ് മാറ്റി, ലാർജ് ആക്കി, ഇതിനെ നമ്മൾ ഫോൺ സൈസ് മാറ്റി, ഫോർമാറ്റിംഗ് മാറ്റി, ഹെഡിങ് ആക്കി. എന്നിട്ട് നമ്മളിവിടെ പോയിട്ട് കുറച്ച് പെയിന്റിങ് കൊടുത്തു. കളർ ഇവിടെ കളർ വല്ലതും ഉണ്ടല്ലോ ഇവിടെ. ഒരു ടേബിൾ ഇട്ടു. സാജിറ C# നോപ്പ് യെസ് അത് പറഞ്ഞിട്ട് നമ്മൾ സംഭവം സേവ് ചെയ്തു. നമ്മളിത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ് റെഡി, മനസ്സിലായോ? അപ്പൊ ഗൂഗിൾ ഡോക്യുമെന്റ് നമ്മൾ റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് വെറുതെ ഉണ്ടാക്കിയെടുത്തു നമ്മൾ, മനസ്സിലായോ? ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഗൂഗിൾ ഡോക്ക് പോലെ തന്നെ ഡീസെൻട്രലൈസ് വേൾഡിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്ര ചെറിയ കാര്യമൊന്നുമല്ല അത്, മനസ്സിലായോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് എനേബിൾ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത് വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആവും, സേവ് ആവില്ല. അപ്പോൾ ഇവർ ചോദിക്കും എന്താ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയും ഒരു കസ്റ്റം പാസ്വേഡ് വേണമെന്ന് പറയും. ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡോക്യുമെന്റ് പാസ്വേഡ്. ഇതാണ് സിമെട്രിക് പാസ്വേഡ്, ഡോക്യുമെന്റ് പാസ്വേഡ്. ഡോക്യുമെന്റ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാൻ നേരത്ത് നമ്മളോട് ചോദിക്കും പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് സാജിറ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് വെച്ചാൽ മാത്രമാണ് ഇനി ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. 1 പോയി കണ്ടോ, സാജിറയ്ക്ക് ആ പാസ്വേഡ് മാത്രം വെച്ചാൽ മാത്രമാണ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് ഡോക്സ് ഓൺ ലെഡ്ജർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതാണ്, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ നമ്മൾ അപ്പൊ ഇനി ഇതിനകത്ത് കണ്ടോ ഒരു ബ്ലാക്ക് ആണിത്, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഹോമിലൊക്കെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ടെംപ്ലേറ്റുകൾ മാറ്റി ഉപയോഗിച്ചാൽ ഇതുണ്ട് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, അതൊരു വേറൊരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, സാജിറ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ടെംപ്ലേറ്റ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് സാജിറ മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ടായി.
അപ്പോൾ ഓരോ മീറ്റിംഗ് കഴിഞ്ഞാലും നമുക്കിങ്ങനെ മിനിറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതൊരു ടെംപ്ലേറ്റ് ആണ്, ഡോക്യുമെൻ്റ് ടെംപ്ലേറ്റ് ആണ്. നമ്മൾ ഹോമിൽ പോയി എവിടെ പോയി എൻ്റെ എഡിറ്റ് സാജിറ മിനിറ്റ്സ്, അത് അതിനകത്താണ്ടാക്കിയ നമ്മൾ. എന്നിട്ട് നമ്മൾ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. വ്യൂ കാണിക്കുമ്പോഴാണ് അത് തെറ്റാണ് അവിടെ. എഡിറ്റ്. ഇനി ഇവിടെ നമ്മൾ കണ്ട മിനിറ്റ്സ്, അതായത് നിങ്ങൾ ആദ്യം കണ്ട പ്രോഡക്റ്റിനേക്കാളും അതിനകത്ത് വെറും ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഇത്രയുടെ എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സാജിറ ആൻഡ് ടീം മീറ്റിംഗ്, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്നാണെന്നറിയാലോ അല്ലേ. അപ്പൊ ബിനു അടുത്ത ആഴ്ച മുതൽ മിനിറ്റ്സ് ഒക്കെ ഇതിൽ ക്യാപ്ചർ ചെയ്യണം കേട്ടോ, പാസ്വേഡ് വെച്ചിട്ട്. എന്നിട്ട് ആളുകൾക്ക് മിനിറ്റ്സ് ഇതിൽ നിന്ന് അയച്ചു കൊടുക്കണം നമ്മുടെ പ്രോഡക്റ്റ് വഴി. പ്രീവിയസ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ പഴയ മീറ്റിംഗുമായിട്ട് ലിങ്ക് ചെയ്യാം. മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് നെയിം ഇങ്ങനെ കൊടുത്തു, ഡേറ്റ് 10/10/2024, ടൈം 10 PM EST, ലൊക്കേഷൻ ന്യൂയോർക്ക്, പാർട്ടിസിപ്പൻറ്റ് സുന്ദർ, സാജിറ, ബിനോയ്, സുഹ്ര. വേറെ ആരെങ്കിലും ഉണ്ടോ മീറ്റിംഗില്? നമിത നമിത ഉണ്ടോ? നമിതേ എന്താ നമിത എത്ര നേരം വന്നിട്ട് എപ്പോഴാ വന്നേ? ഞാൻ മീറ്റിംഗ് തുടങ്ങുമ്പോ തന്നെ ഉണ്ടായിരുന്നു. മൈ ഗാഷ്, എന്നിട്ട് എന്താ നമിത മിണ്ടാതിരുന്നെ? ഞാൻ അറിഞ്ഞുപോലുമില്ല. ഞാൻ പിന്നെ സീരിയസ് ആയിട്ട് സംസാരിക്കണോണ്ട് ഞാൻ പിന്നെ പറയാം. അത് പറ്റട്ടെ. നമിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെജൻഡറി ടീം മാനേജർ അല്ലേ. നമിത എന്ത് സീരിയസ് ആയി നമിത സംസാരിക്കണ്ടല്ലേ. നമിത നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമിതയ്ക്ക് ഞാൻ ആ ഫോട്ടോഗ്രാഫി ഷോപ്പ് തരില്ലായിരുന്നോ? ഇത് ഞാൻ സാജറിക്ക് കൊടുത്തുപോയി. അത് സാരമില്ല, ഞാൻ അത് കുഴപ്പമില്ല. ഇനി തരുമ്പോ ഇനിയും ഉണ്ടാക്കുമല്ലോ, അപ്പൊ തന്നാ മതി. അത് ഞാൻ മറന്നുപോയി. അടുത്ത തവണ നമ്മള് വീഡിയോഗ്രാഫി ഷോപ്പ് തന്നെ അങ്ങ് ഉണ്ടാക്കി തന്നേക്കാം അല്ലേ. ഓക്കെ, വെൽക്കമിങ് നമിത ടു ദ ടീം. എന്തൊക്കെയാ നമുക്കിവിടെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ മീറ്റിംഗ്സ് ഡിസൈഡഡ് A1, ഡിസൈഡഡ് 2, ഡിസൈഡഡ് 3. സോ ഇത് നമ്മുടെ ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് ആണ് ഒരു മീറ്റിങ്ങിന്റെ. അതായത് നിങ്ങൾ ആലോചിക്കുക, ഗവൺമെന്റ് മീറ്റിംഗ്, പിണറായി വിജയന്റെ ഒക്കെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് മീറ്റിംഗ് ആണത്, ഗവർണൻസ് മീറ്റിംഗ് ആണത്. അതിന് നമ്മൾ ഓപ്പൺ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ആ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഒരു പെർട്ടിക്കുലർ സെറ്റപ്പിൽ വരണം. മനസ്സിലായി? അതിന്റെ പേരും അതിന്റെ ഡേറ്റ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് വരണം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിനിറ്റ്സ് വന്നിട്ടുണ്ട് ഇവിടെ, കണ്ടോ? ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ മതി അല്ലേ? സാറ് പോയോ? കേൾക്കുന്നില്ല. പുള്ളി പോയെന്ന് തോന്നുന്നു. കാണിക്കുന്നുണ്ടല്ലോ അവിടെ. മൗസ് ക്ലിക്ക് കേൾക്കുന്നുണ്ടല്ലേ? പോയോ? എന്തായാലും സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കാം.